ഗായ്സ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ റേസറൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് എന്തോ പറ്റിയെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ആക്ച്വലി ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കയ്യിലെടുത്ത് പിടിച്ചേക്കുന്നത് കേട്ടോ. എന്തിനാണ് ത്രെഡ് ചെയ്യുന്നത്, എന്താ സംഭവം എന്നൊക്കെ ഞാൻ വഴിയേ പറയാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. എനിക്ക് ആക്ച്വലി നാളെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. സോ ഞാനിപ്പോൾ അനുവിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഗുരുവായൂരിൽ വരുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാൻ ത്രെഡ് ചെയ്യാമെന്നായിരുന്നു. പക്ഷെ വന്നിട്ട് നമ്മൾ ത്രെഡ് ചെയ്യേണ്ട കാര്യം വിട്ടുപോയി. രാത്രി ആയപ്പോഴാണ് 8:50 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ത്രെഡ് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്ത് ഇനി പുറത്ത് പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. എൻ്റെ കഴിവ് ഞാൻ പുറത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫേഷ്യൽ റേസർ വെച്ചിട്ടാണ് ചെയ്യണത്. വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ. ഞാൻ പിന്നെ ത്രെഡ് ചെയ്താതെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു വൃത്തികേടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ത്രെഡ് ചെയ്ത പോലെ ഒന്നും ഇതായിട്ടില്ല. ജസ്റ്റ് ഞാൻ കളയും ഷേപ്പ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ കോമഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡത്തെ കുറഞ്ഞു പോയി, ഒരു സൈഡത്തെ കൂടിപ്പോയി. അതാണ് സംഭവം. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. ഇങ്ങനെ പിടിക്കത് ഗായ്സ്, എന്തായാലും കുഴപ്പമുണ്ട് ഗായ്സ്. എന്താ മോളെ വയ്യേ ആൾക്കാര് എന്തൊക്കെ കാട്ടി വെച്ചേക്കണേ. ഇനി ആ സാധനം വെട്ടിക്കളേ. അയ്യോ, ഏത് സാധനം വെട്ടിക്കളെ? ഞാൻ നേരത്തെ സാധനം ഈ സൈഡിൽ വെട്ടിണ്ടായിരുന്നു. ആട്ടെ, എന്താ ഇത്? എനിക്ക് ഈ സൈഡ് എന്താ പറ്റില്ലേ? ശരിയമ്മോട് പോയി ചോദിച്ചിട്ടോ. ബാക്കി വരയ്ക്കാം നമുക്ക്. ഓക്കെ, ബാക്കി നമ്മൾ വരച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് രണ്ടും ഇങ്ങനെയൊക്കെ നിൽക്കണേ. അപ്പോൾ എനിക്കിത് നോക്കി നിൽക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, വേറെ വഴി ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇനി നമുക്ക് മുഖത്തെ ബാക്കി കളയാം. ഓക്കെ, ബാ. മുഖല്ലേ മുഖം ഭംഗികളയ്യ. അയ്യോ ദൈവമേ, എല്ലാം കാണണ്ട. എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവരോട് ജസ്റ്റ് നമുക്ക് അഭിപ്രായം ചോദിക്കാം. അങ്ങനെ പിറ്റേ ദിവസമായിട്ട് എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല, കുറേ മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണിത്. ഇപ്പോഴാണിത് അപ്ലോഡ് ചെയ്യാൻ മനസ്സ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, മടി, വേറെ ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ മടിയായിരുന്നു കേട്ടോ. ഇനി ഞാൻ എന്തായാലും വീഡിയോ ഇടാൻ നോക്കാം. അങ്ങനെ നമ്മൾ രാവിലെ നേരത്തെ ഞാൻ 3 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റിട്ട് അപ്പം തന്നെ അനുവിനെയും വിളിച്ചു. അനുവിനെ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് വന്നിട്ടാണ് അനു വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. മേക്കപ്പ് വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് അനു ആണ്. ആൻഡ് നമുക്ക് ഒരു 5 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. കാര്യം നമുക്ക് 6-6:30 ആകുമ്പോഴേക്കും ഷൂട്ട് തുടങ്ങണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുമ്പോൾ ആ ഒരു ലൈറ്റിൽ ചെയ്യാമെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളൊരു 5 മണിക്ക് ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞപ്പോൾ കറക്റ്റായി ചേട്ടൻ വന്നു. 5 മണിക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേക്കപ്പ് നോക്കുമ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എനിക്ക് അറിയുന്ന പോലെ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്തിട്ടുള്ളൂ. ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കറിയുന്ന പോലെ ലൈറ്റായിട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓവർ ആവരുതെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റായിട്ട് ചെയ്യുന്നുള്ളൂ. ഇത്തിരി ഫൗണ്ടേഷൻ, കുറച്ച് കോമ്പാക്ട്, കുറച്ച് എല്ലാം കുറച്ചായിരുന്നു. ഞാൻ എനിക്ക് അറിയുന്ന പോലെ കുറച്ച് മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്കറിയാത് തേങ്ങ തിരികത്തെ മുട്ടിയോ. ഗൈസ്, അപ്പം നമ്മുടെ മേക്കപ്പ് ഫുള്ള് കഴിഞ്ഞു. മേക്കപ്പ് കുറച്ചിട്ടുള്ള വലിയ കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല അല്ലേ? അതെ, ഡ്രസ്സിങ് കഴിഞ്ഞു. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതില്ലേ, ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ ഷോൾ പോലത്തെ സാധനത്തിന് ലെങ്ത് കൂടുതലാണ്. അപ്പൊ ഇവിടെ കണ്ടോ മുട്ടണത്, ലെങ്ത് മുട്ടുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ്. നമ്മൾ പോവുകയാണ് അല്ലേ? ആനുണ്ട്, ഞാനുണ്ട് കാണിച്ചു കേട്ടോ.
വ്ളോഗിൽ നമ്മൾ ചിലപ്പോൾ കാണും കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഹൈറ്റ് കൊണ്ട് ഞാൻ ചെറുതാണെങ്കിലും ബുദ്ധി കൊണ്ട് ഞാൻ എവിടെയോ വലുതാണ്. അങ്ങനെ നമ്മൾ മേക്കപ്പ് കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അനുവായിരിക്കും ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ടാവുക. നേരത്തെ എടുത്തതും അനു തന്നെയാണ്. അപ്പം തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ കറക്റ്റായിട്ട് രണ്ടുപേരും പഠിക്കണല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഷൂട്ടിൽ നിന്ന് പോവാം. അപ്പം 5 മണി ആയിട്ടുണ്ട് സമയം. കാര്യം ഇത് എന്തായാലും ചോദിക്കാണെന്ന് വെച്ചാൽ ഈ ക്ലോക്കിൽ കണ്ട കാണണ്ടെന്ന് വിചാരിക്കണോ. അമ്മേ 15 മിനിറ്റ് സ്ലോ ആണ്. അപ്പോൾ കറക്റ്റ് അറിയണമെങ്കിൽ അനുവിനോട് ചോദിച്ചതാണ്. 15 മിനിറ്റ് അതെനിക്ക് പറഞ്ഞപ്പോഴാട്ടോ മനസ്സിലായത് എത്ര മിനിറ്റ് സ്ലോ ആയിരുന്നു. അതാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ചേട്ടൻ ഇപ്പോൾ വരും. ചേട്ടൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയാം. ഓർമ്മിക്കണം അല്ലേ, പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അങ്ങനെ 5 മണി കഴിഞ്ഞപ്പോൾ എത്തിയിട്ട് ഞാൻ പോയതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മയും അനുവും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അനുവിന് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പരിപാടികൾ, ഇങ്ങനെ കൂടെ വരാനും എല്ലാത്തിനും. അങ്ങനെ അപ്പോൾ ഞാനും അമ്മയും അനുവും കൂടിയിട്ടാണ് പോയത്. അവരിൽ 2 ചേട്ടന്മാരായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് ഫോട്ടോ എടുക്കുന്ന ആൾ, ഹരീഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. ആൻഡ് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന അസിസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ. ആ ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വാഴാലിക്കാവ് എത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലേ. നമ്മളായിരുന്നു ഫസ്റ്റ് അവിടെ ഷൂട്ടിന് എത്തിയ ആൾക്കാർ. ഹലോ ഗൈസ്, നമ്മളിവിടെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ എത്തി. ഇവിടെ ലൈറ്റിന് ചെറിയ പ്രശ്നമുണ്ട്. ഈ വണ്ടിയിലത്തെ ലൈറ്റിലാണ് ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. മേക്കപ്പൊക്കെ കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ ചെയ്ത പോലെ ഉണ്ടല്ലോ മേക്കപ്പ്. പക്ഷേ കുഴപ്പമില്ല, തിരിച്ച് ചെയ്തിട്ടുള്ളത് ക്യാമറയിൽ തോന്നണതാണ്. നമ്മൾ നേരത്തെ എത്തി. ഇവിടെ നമ്മൾ സൺലൈറ്റ് സണ്ണിങ്ങനെ വന്നിട്ടാണ് നമ്മൾ തുടങ്ങുന്നുള്ളൂ. എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോൾ പച്ചമലത്തിൽ പറയുമ്പോൾ ഓക്കെ അങ്ങനെയാണ് നമ്മൾ തുടങ്ങാൻ വിചാരിക്കണേ. പക്ഷേ സൂര്യൻ ഉദിച്ചിട്ടില്ല, നമ്മൾ നേരത്തെയാണ്. നല്ല മഞ്ഞുണ്ട്. മഞ്ഞ് തന്നെ പറയാൻ തോന്നുന്നു, കോട അല്ല, മഞ്ഞാണ്. ഞാനിവിടെ വണ്ടിയുടെ ഇത് കാണിച്ചു തരാം കേട്ടോ. ഗ്ലാസ് മര്യാദയ്ക്ക് കാണാനില്ല അല്ലേ. നമുക്ക് ശരിക്കും ക്യാമറ അല്ലാണ്ട് നോക്കുമ്പോൾ ഒന്നും കാണാനില്ലേ. പുറത്തേക്ക് മൊത്തം മഞ്ഞ് കൊണ്ടുപോയി. മഞ്ഞ് വീണിട്ട് അങ്ങനെ ഇരിക്കേണ്ടത്. ഇതിൽ കുറച്ചെങ്കിലും കാണാനുണ്ട്, പക്ഷെ ഒന്നും കാണാനില്ല മര്യാദയ്ക്ക് കേട്ടാ. ഈ സൈഡിലൊക്കെ ഉണ്ട് കൂളിങ് ഇട്ട പോലെ ഉണ്ട്, പക്ഷേ ശരിക്കും ഒന്നും കാണാനില്ല. അതാണ് അവസ്ഥ. നല്ല അപ്പം ഞാൻ വണ്ടിയിലിരിക്കുകയാണ്. അനു അമ്മയും പുറത്തിറങ്ങി. അനുവിനെ പെട്ടെന്ന് പക്ഷേ അവൾക്ക് തീരെ പറ്റില്ല, ഇങ്ങനെ AC സംഭവങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ ഛർദ്ദിക്കാൻ വന്നിട്ട് അവൾ പുറത്തിറങ്ങി. ഛർദ്ദിച്ചൊന്നുമില്ല കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ചേട്ടന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്, വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ, പറ്റുന്ന പോലെ എല്ലാം എടുക്കാൻ നോക്കാം. ഓക്കെ, അങ്ങനെ ലൈറ്റൊക്കെ വന്നപ്പോൾ നമ്മൾ ഷൂട്ട് തുടങ്ങി. ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോസ്റ്റ്യൂം ഇതല്ല. നമ്മൾ ആക്ച്വലി ക്രോപ്പ് ടോപ്പും സ്കേർട്ടും ആയിരുന്നു ഉണ്ടായിരുന്ന കോസ്റ്റ്യൂം. പിന്നെ അമ്പലത്തിൻ്റെ അവിടെ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ട്രഡീഷണലി ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ധാവണി പോലെ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടോക്കാം. പിന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുമാണ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത് മെയിനായിട്ട്. ചിലത് മാത്രം അമ്മ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്നുണ്ട്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് സംഭവം ഇതൊക്കെ കാണുന്നത്. അത് ഫസ്റ്റ് ടൈം അവൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തിട്ട് കണ്ടോളാം കേട്ടോ. സദാ നന്നു നടിപേ നീ ചെലിമേ ప్రతిమలుపుయికపై స్వాగతమై నా పేరే పిలిచే ఇదే కోరుకున్నా అని నేడే తెలిసే ഇത് ഷോൾ വെച്ചിട്ടുള്ള കുറച്ച് കലാപരിപാടികളാണ്. നമ്മളിങ്ങനെ ഷോൾ എറിയുമ്പോൾ ഇങ്ങനെ കാറ്റത്ത് പറക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ പറന്ന് മുഖത്തേക്ക് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ലാസ്റ്റ് ആയപ്പോഴാണ് പിന്നെ ഫോട്ടോ കിട്ടിയത്. അത് ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ടില്ല കേട്ടോ. അവളും എന്ന് വെച്ചാൽ അനുവാണ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. അനു അമ്മയും കൂടെ മാറിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് ഫ്ലോപ്പ് ആയില്ല. നമ്മൾ പ്രശ്നമില്ല വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ പുഴയുടെ അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയിട്ട് ഇതുപോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കും. പിന്നെ
ലാസ്റ്റത്തെ ഒരു സെക്ഷൻ ആയിരുന്നു കേട്ടത്. പിന്നെ അനന്തശയനത്തിലേക്ക് നമ്മൾ കിടന്നു. നിന്ന് വയണ്ടായി പിന്നെ കിടന്നിട്ടൊക്കെ ഷൂട്ടുണ്ടായിരുന്നെ. നമ്മളിങ്ങനെ കിടന്നിട്ട് കുറച്ച് സംഭവങ്ങളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോസ് എന്തായാലും കിട്ടിയിട്ട് കാണിച്ചു തരാം. എന്തായാലും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഫോട്ടോസ് ഞാൻ കുറച്ച് കാണിച്ചു തരാം. പിന്നെ 2 റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിലൊരെണ്ണം കിട്ടിയിട്ടുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മു കഴിഞ്ഞില്ലേ? അമ്മു അയ്യോ ചേട്ടന്മാരെ പരിചയപ്പെടുത്തില്ല, ഒന്ന് വരുമോ? ഹലോ ഗായ്സ്, ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു. നമ്മൾ ഫസ്റ്റ് വാഴാലിക്കാവാണ് പോയത്. അവിടെ അടിപൊളിയായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തച്ചനത്തുകാവ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് കേട്ടോ, അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടത്തെയും ഷൂട്ട് കഴിഞ്ഞ് നമ്മളിപ്പോൾ വീടെത്തിട്ടുള്ള സമയം എത്രയും 10 മണി. നമ്മൾ ഇവിടുന്ന് 5 മണിക്ക് പോയതാണ്, ഇപ്പോൾ 10 മണി, 5 മണിക്കൂർ അല്ലേ. അടിപൊളിയായിരുന്നു, ഷൂട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്ത ചേട്ടൻ്റെ പേര് ഹരീഷ് എന്നാണ്. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാ ID അസിസ്റ്റന്റ് അല്ല, അസിസ്റ്റന്റ് ഉണ്ട്. ആ ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നാട്ടാ. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാ ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കും. നല്ല കമ്പനി ആയിരുന്നു രണ്ടുപേരും, നല്ല വൈബായിരുന്നു. നമ്മൾ സമയം പോയത് 10 മണി കഴിഞ്ഞ് അറിഞ്ഞിട്ടും കൂടി ഉണ്ടായില്ല. അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. പിന്നെന്താ, ഇനി വീട്ടിലെത്തി നമ്മളിനി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ്. ആക്ച്വലി ഇതൊരു ഫോട്ടോഷൂട്ടിൻ്റെ വ്ളോഗായിരുന്നു. സോ നിങ്ങൾക്ക് ഞാൻ ഇത് വീഡിയോ ഇടുമ്പോഴേക്കും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID ഞാൻ കൊടുക്കാം. ഇൻസ്റ്റയിൽ കയറി നോക്കിയാൽ മതി, അപ്പോൾ കിട്ടും കേട്ടോ. അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ചാ.